പൊറോട്ടയോടെ കഴിക്കാനായിട്ട് ബീഫോ ചിക്കനോ ഒന്നും ആവശ്യമില്ല. ഈ ഒരൊറ്റ ടൊമാറ്റോ റോസ്റ്റ് മതി. നല്ല ടേസ്റ്റി ആയിട്ട് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ളൊരു ടൊമാറ്റോ റോസ്റ്റാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് കൂടുതൽ നമ്മൾ എടുത്തിട്ടുണ്ട്, കാരണം അതിലിങ്ങനെ എണ്ണ തെളിഞ്ഞ് കാണണം, അപ്പോഴാണ് ടേസ്റ്റ്. അതൊന്ന് ചൂടാകുമ്പോൾ ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 6 or 7 വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ എൻ്റേതായ രീതിയിലാണ് കേട്ടോ ഇത് ഷെയർ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ടൊമാറ്റോ റോസ്റ്റിൻ്റെ ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമുക്ക് റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്ത്. ആ നിർബന്ധമൊന്നുമില്ല അങ്ങനെ ചെയ്യണമെന്ന്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി ഒന്ന് വഴറ്റി കിട്ടും. അപ്പോൾ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ അതേ ഉള്ളി നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, ഞാൻ ഇവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ വേണം, നല്ല കളർ കിട്ടാനായിട്ടാണ്. അപ്പോൾ ഞാനത് ഏകദേശം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ പാകത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് എണ്ണ തെളിയുന്നവരെ നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. 2 മീഡിയം സൈസിൽ നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ആ തക്കാളിയുടെ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്താനുണ്ട്. അപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസാണ് കേട്ടോ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് തക്കാളി നല്ലോണം ഉടഞ്ഞിട്ട് ഒട്ടും കാണാത്ത രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം. ഞാൻ അത്രയും വേവിക്കുന്നില്ല. അപ്പോൾ ഞാനിതിനെ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഉടഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കാണാനും കഴിക്കാനും എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. കുറച്ചും കൂടെ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എന്തായാലും സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അടിപൊളി കോമ്പിനേഷനാണ്. ഇത് ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.